യേശു മതനേതാക്കന്മാരായ നിയമജ്ഞരെയും ഫരിസേയരെയും വീണ്ടും കഠിനമായി വിമർശിക്കുന്നു. നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിന്റെ ഈ വാക്കുകൾ ആരംഭിക്കുന്നത്. സ്വർഗരാജ്യത്തിന്റെ വാതിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അടച്ചുകളഞ്ഞവരാണ് അവർ. അവർ സ്വയം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല, മറ്റുള്ളവരെയും അതിന് അനുവദിക്കുന്നില്ല. മറ്റുള്ളവരെ മതപരിവർത്തനം ചെയ്യിച്ചാലും അവരെ തങ്ങളെക്കാൾ ഇരട്ടി നരകത്തിന്റെ മക്കളാക്കുന്നുവെന്നും യേശു പറയുന്നു. കൂടാതെ ദേവാലയത്തേക്കാൾ ബലിവസ്തുവിനും സ്വർഗത്തേക്കാൾ ദേവാലയത്തിനും പ്രാധാന്യം നൽകുന്ന അവരുടെ കപടഭക്തിയെയും യേശു ചോദ്യം ചെയ്യുന്നു. ഇത് യഥാർത്ഥത്തിൽ ദൈവത്തേക്കാൾ ഉപരി ബാഹ്യമായ ആചാരങ്ങൾക്കും ഭൗതിക വസ്തുക്കൾക്കും പ്രാധാന്യം നൽകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വചനം നമ്മുടെ മതജീവിതത്തിൽ ആത്മാർത്ഥതയുടെ പ്രാധാന്യം എടുത്തു പറയുന്നു. ബാഹ്യമായ പ്രകടനങ്ങളിലല്ല, മറിച്ച് ദൈവത്തിലുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തിലും ഹൃദയത്തിൽ നിന്നുള്ള ആരാധനയിലുമാണ് നമ്മുടെ രക്ഷ നിലകൊള്ളുന്നത്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ പൊരുത്തമുണ്ടാകണം. യഥാർത്ഥ ദൈവാനുഭവം എന്നത് ഭൗതിക വസ്തുക്കളെയോ സ്ഥാനമാനങ്ങളെയോ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക എന്നതാണ്. ഈ വചനം നമ്മെ ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുന്നു.